വലത്തേക്കാലിന് പകരം ഇടത്തേക്കാല് മാറി ഓപ്പറേഷൻ ചെയ്ത വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. വയറ്റിലെ ഓപ്പറേഷന് ശേഷം കത്രിക മറന്നു വെച്ചതായും നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ട്. പക്ഷേ അതീവ ഗൗരവമായ ഒരു വാർത്തയാണ് ഇന്ന് വന്നത്. കേരള PSC നടത്തിയ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറിപ്പോയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 10th പ്രിലിമിനറിയുടെ ഉച്ച കഴിഞ്ഞ് നടക്കേണ്ട 2ാം സ്റ്റേജ് പരീക്ഷ ഔദ്യോഗികപരമായി റദ്ദു ചെയ്യുന്നതായി PSC അറിയിച്ചു. ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഉച്ച കഴിഞ്ഞ് PSC നടത്തേണ്ട 2ാം സ്റ്റേജ് പരീക്ഷ ഔദ്യോഗികപരമായി റദ്ദു ചെയ്യുന്നതിന്റെ ഭാഗമായി പുതുതായി പരീക്ഷ നടത്തേണ്ടതായ സാഹചര്യം വരും. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് പരീക്ഷ എഴുതുവാൻ ആഗ്രഹിച്ച പരീക്ഷാ ഹാളിൽ പോയ കുട്ടികൾക്ക് ഈ പരീക്ഷ PSC ഒന്നുകൂടി നടത്തുന്നതാണ്. അതുപോലെ തന്നെ രാവിലെ നടന്ന പരീക്ഷയ്ക്ക് മാറ്റമൊന്നും വരില്ല, അത് റദ്ദു ചെയ്യുവാനുള്ള സാഹചര്യമില്ല. എന്നിരുന്നാൽ പോലും രാവിലെ ആലപ്പുഴ ജില്ലയിൽ ചോദ്യപേപ്പർ മാറി ലഭിച്ച കുട്ടികൾക്ക് പരീക്ഷ പുതുതായി എഴുതേണ്ടതായ സാഹചര്യവും വരും. കാര്യങ്ങളെ കൃത്യമായും സൂക്ഷ്മതയോടുകൂടിയും നിരീക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന വിദ്യാസമ്പന്നരായ ജനതയാണ് കേരളക്കരയിലെ ഔദ്യോഗിക വൃദ്ധങ്ങളിൽ ഉള്ളത് എന്ന പുറം ഖ്യാതിക്കുണ്ടായ മങ്ങലാണ് ഇന്ന് നടന്ന സംഭവം. അല്ലെങ്കിൽ തന്നെ PSC ഉദ്യോഗാർത്ഥികൾ അസന്തുഷ്ടരാണ്. അവർ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ അവരുടെ പഠിക്കുവാനുള്ള മാനസിക ശേഷി പോലും നഷ്ടപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ഇടയിലാണ് ചോദ്യപേപ്പർ മാറി നൽകി എന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ ഇടം പിടിക്കുന്നത്. കേരള PSCയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണോ ഇത്? അതോ ആലപ്പുഴയിലെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണോ? നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് വന്ന അധ്യാപകന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണോ? ആരുടെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണെങ്കിൽ പോലും ഇത് വലിയൊരു തെറ്റാണ്. കേരളത്തിൽ ഇനി ഇത്തരമൊരു വാർത്ത ഉണ്ടാവാതെ ഇരിക്കാമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. PSC പരീക്ഷയെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി PSC കാണണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു.